എവങ്കലിസ്തന്മാരെയും സഹോദരന്മാരെയും ഭവനന്മാരെയും ഭാഗ്യവാനും തന്റെ ജമാനും മുന്നോട്ടക്കാരനുമായ മാറിയോഹാനെയും ശമാശന്മാരിൽ പ്രധാനിയും സഹോദരന്മാരും മുമ്പിലുമായ പരിശുദ്ധനും മതമുള്ളവരുമായ മാർസേഫാനോസിനെയും സിഹന്മാരും ധനന്മാരായ വിടുതപ്പെട്ട പത്രോസിനെയും പൗലോസിനെയും നമ്മുടെ പിതാവായ മർത്തോമാസിനെയും ശേഷം സർശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കൊണ്ടുവരികട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നീതിപൂർവമായ പ്രവൃത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തി വിട്ടുള്ളവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോട് ഒരുമിച്ചുള്ള അവകാശത്തിന് മോഹരിക്ക് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുകുല സുബാൻ ലവൽമീ. സ്നേഹിതവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായ ശിവമാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി പ്രാപിച്ച് ശ്രമിക്കുന്നവരെയും മിക്കായാലും മുസ്ലിമിലും എഫേസസിലും വെച്ചിട്ടുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുതുസുകളെയും അവയിലുണ്ടായിരുന്ന നീങ്ങാമാലും മെൻപാമാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചതുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും പുരുഷനവിന് ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹോദരമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദീവന്നാസിയോസും മത്താനാസിയോസും ലിയോയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോത്തിയോസും ബീലക്സീനോസും അന്തീമോസും യാവാൻസും വചനമായ ദൈവവിഷയനായി തീർന്നു വന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവരും സത്യവാനും ഉന്നത ഗോപുരം പ്രസിദ്ധമായ കോറിയലോസും സുറിയാനുകാരുടെ കിരീടവും ദൈവത്തിന്റെ വിശ്വസഭാപുരവും വിവേകമുള്ള വായത്തോടും മൽപ്പാനും പുഷ്പം കൂടെ നിറഞ്ഞ മേച്ചുസ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസവിച്ചതുമായ ഞങ്ങളുടെ പാത്രികസുമാസേവേറിയോസും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയ നീതിമാനും വൈശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമായ യാക്കോബ് ബുദ്ധാനായും മാർ അപ്രേനും മാർ യാക്കോവും മാർ സുഹാക്കും മാർ ബാലായും ദുഃഖിതന്മായ തരമായ മാർ ബസവുമായും മാർ ശബവും ദിസ്തനിയും തിരഞ്ഞെടുപ്പെട്ട മാർ അബഹായും എൽദോമാ ബസേലിയോസും മലങ്കരുടെ പരിശുദ്ധമായ മാർ ഗ്രിഗോറിയസും മാർ ദിയോനാസിയസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായ ഇവരുടെ മുമ്പും ഇവരോടുകൂടി ഇവരുടെ പിമ്പുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധ 3 സുന്നതദോസുകളിലെ സത്യവിശ്വാസമാകുന്ന പാറമേൽ ഞങ്ങൾ എല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുകുല സുബാൻ ലവൽമീ. സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്രപ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മൻപകാലിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും മനോഭികളെയും നിന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്നെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും യോഗ്യരാകുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയിലായിസോ പറയണോ? ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ അന്ധകാര സൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർക്കണമേ. ദുഷ്ടാത്മാക്കളുടെ ബന്ധനത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ.
അതിവേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും നീ ഉദിപ്പിക്കുമാറാകണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾക്ക് വാങ്ങിപ്പോയിരിക്കുന്ന സർവ്വമരിച്ചുപോയവരെയും നീ ആശ്വസിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെ അറിവോടും അറിവുകൂടാതെ നിന്റെ മുമ്പിൽ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ മഹാകരുണയാ ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളെ ഞങ്ങളുടെ പരേതരെ ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കുള്ള ദണ്ഡനങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശു മശിഹായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ സകലത്തിലും എന്ന പോലെ കുർബാന വഴിയായി മാറ്റപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോശോ വബുകുല നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമശിഹാവുന്ന ദൈവത്തിന്റെ കരുണ എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ.
പാർക്കുമോ വലിയവനും ബലവാനുമായ ദൈവമേ, ഈ ദൈവിക നൽവരത്തിന് മനുഷ്യ സ്നേഹത്തോടെ നീ ഞങ്ങളെ വിളിച്ചടിപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇതുമൂലം പിതാവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, വിശുദ്ധ റൂഹായെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്റെ ഏകപുത്രന്റെ കർത്തൃപ്രാർത്ഥന പാടുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയും വിശുദ്ധനുമായ ദൈവമാവുന്ന നിന്നെ നിഷ്കളങ്കമായ മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥതയുള്ള നാവോടും ശരീരവെടിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഉത്തമനും കാരുണ്യവാനുമായ പിതാവേ, നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തുവല്ലോ. കഠിന പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാൻ യോഗ്യരാകണമേ. ഹോശോ വബുകൂല ശുഭാൻ ലവൽ മീ. പാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട രഹസ്യങ്ങൾ കൈകൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. വലിയവനും സർവാധിപതിയുമായ രാജാവേ, നിന്റെ മേലധികാരത്തിന്റെ ചെങ്കോലും കീഴിൽ സകല സൃഷ്ടികളും വണങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തിരു മുൻപാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുകൂല ശുഭാൻ ലവൽ മീ. പാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദന്യവും വന്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ശുഭാഹോ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച
പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായും നമ്മോട് കൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. പ്രാർത്ഥന
എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ മുന്നോടിയായ യോഹന്നാനെ സകല നന്മകളും കൊണ്ട് അലങ്കരിക്കുകയും തനിക്ക് മുൻപായി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവാൻ അവനെ അയക്കുകയും സത്യത്തിന് വേണ്ടി നിർഭയം നിലകൊള്ളുവാൻ അവനെ പ്രാപ്തനാക്കുകയും അവന്റെ പെരുന്നാളിനെ നാനാഭാഗങ്ങളിലും കീർത്തിതമാക്കുകയും ചെയ്ത കർത്താവിന് തന്റെ മുന്നോടിയായവന്റെ പെരുന്നാൾ ഞങ്ങൾ ആഘോഷിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. വന്ധ്യെന്ന് വിളിക്കപ്പെട്ടിരുന്നവളുടെ ഉദരത്തിൽ നിന്ന് അതിശയനീയമായ വിധം പ്രത്യക്ഷപ്പെട്ട മൂല്യപരവും വേശ്യയുടെ അസൂയ മൂലം വധിക്കപ്പെട്ട നിർമ്മലനും ഈ ലോകത്തെ ത്യജിച്ചുകൊണ്ട് കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളിൽ സ്വന്തം ശരീരത്തെ ക്ഷീണിപ്പിച്ച ഉത്കൃഷ്ടനുമായ യോഹാനോനെ, സ്ത്രീകളിൽ നിന്ന് ജാതരായവരിൽ നിന്നേക്കാൾ ശ്രേഷ്ഠനായ മറ്റാരുമില്ലെന്ന് നിന്റെ നാഥൻ തന്നെ നിന്നെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതിനാൽ നീ ഉന്നതനാകുന്നു. മിശിഹാ കർത്താവിനെ ചൂണ്ടിക്കാണിക്കുകയും അവന് സ്നാനം നൽകുകയും ചെയ്യുവാൻ നീ തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നീ ഉന്നതനാകുന്നു. പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നവൻ ആഗതനാകുന്നതിനെ കുറിച്ച് ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിവനാകുന്നു എന്ന് പരസ്യമായി സാക്ഷിക്കുവാൻ ഇടയാക്കിയതിനാൽ നീ ഉന്നതനാകുന്നു. ജനത്തിന്റെ പാപങ്ങളെ പോകുന്ന സത്യമാമോദീസ സ്ഥാപിച്ച കർത്താവിന് സ്നാനം നൽകുവാനുള്ള ഭാഗ്യം നിനക്ക് സിദ്ധിച്ചതിനാൽ നീ ഉന്നതനാകുന്നു. അനുതാപത്തിന്റെ മാമോദീസായാകുന്ന മോചനത്തിനുള്ള വാതിൽ നീ പാപികൾക്ക് തുറന്നു കൊടുത്തു. നീ പ്രവാചകന്മാരിൽ അവസാനത്തവനും പ്രസംഗകരിൽ പ്രധാനിയും നീതിമാന്മാരിൽ മഹാനും നീതിക്ക് വേണ്ടി വധിക്കപ്പെട്ടവനും ആകുന്നു. ശ്രേഷ്ഠനായ യോഹാനോയെ ഇപ്പോൾ അനുതാപത്തിന്റെ ഫലങ്ങൾ കായ്ക്കുവാൻ ഞങ്ങൾ യോഗ്യരാകേണ്ടതിന് നിന്റെ നാഥനായ കർത്താവിനോട് അപേക്ഷിക്കണമേ. നിന്റെ പെരുന്നാളിനെ ബഹുമാനിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹവും കരുണയും ലഭിക്കുവാൻ നീ അപേക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങൾ തിരുസന്നിധിയിൽ യാചിക്കുന്നു. നിന്റെ മുന്നോട്ടക്കാരന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് വെടിപ്പും വിശുദ്ധിയും അനുതാപമുള്ള ഹൃദയവും നൽകണമേ. അവനെ പോലെ ലോക ഇമ്പങ്ങളെ വെടിഞ്ഞ നിന്നോട് പറ്റിച്ചേരുവാൻ ഞങ്ങളുടെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. അജ്ഞാനാന്ധകാരത്തെ ഞങ്ങളിൽ നിന്ന് മായിച്ചു കളയണമേ. സ്നേഹവും ഐക്യമത്യവും ഞങ്ങളിൽ വാഴയണമേ. ഞങ്ങളുടെ മൃതന്മാരെ നീ ആശ്വസിപ്പിച്ച നിന്റെ സ്വർഗീയ നിവാസങ്ങളിൽ അവരെ വസിപ്പിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും സദാ നിന്റെ നന്മകളെ സ്തുതിച്ചുകൊണ്ട് സന്തോഷപ്പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹാലേലൂയ ഹാലേലൂയ. നിന്നെ അഭിഷിക്ത മുഖം ജിപ്പിക്കല്ലേ നിന്ദാസൻ താമ്പീതിനെയോർക്ക്
പുണ്യ ദൈവസുതാ നിന്റെ ശുശ്രൂഷിച്ചൊരു വൈദികൻ നിന്നാഗമനമാനാളിൽ ആഗമനപ്രഭയേകണമേ മറിയൂരാകിൽ മേലുമോദാരേ ആചാര്യേശ മശിഹോദാശികളർപ്പിച്ചോ ആചാര്യന്മാർ കേൾക്കുക പുണ്യം നാഥാസ്തോത്രം. എത്രയും ആദരണീയനായ യൂഡിയസ് അച്ഛൻ, പ്രിയപ്പെട്ട പെരുമാളച്ഛൻ, എൻ്റെ സഹോദര വൈദികരെ, പരിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷ ചെയ്യുന്ന മാലാഖമാരുടെ സ്ഥാനം അലങ്കരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന പ്രിയമുള്ള ഈ ദേശത്തുള്ള എൻ്റെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം നൽകി ആഘോഷിക്കുകയും പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു പെരുന്നാളാണിത്. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ ആഘോഷിക്കുക, അമ്മയുടെ പെരുന്നാൾ ആഘോഷിക്കുക, ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന മൂലക്കല്ലുകളിൽ ഒന്നാണ്. ഇന്ന് ഈ ഇടവക മോർ യോഹന്നാൻ മാർപ്പാപ്പയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ നടുവിൽ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ടുകൂടി നമുക്ക് നൽകപ്പെടുന്ന സന്ദേശങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുവാനും പെരുന്നാളിന്റെ ആഘോഷങ്ങളെക്കാളെല്ലാം ഉപരിയായി നമുക്ക് നൽകപ്പെടുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിക്കുക എന്നുള്ളതും വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാലത്തിന്റെ ഗതി എന്താണ് എന്ന് നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയാത്ത ഒരു വലിയ സന്നിഗ്ധ ഘട്ടത്തിലാണ് നാം എല്ലാം വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി ഗൗരവപൂർണമായി നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ജീവിത ശൈലികളും ചിട്ടകളും എല്ലാം രൂപപ്പെടുത്തേണ്ട ഒരു സമയവുമാണിത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് നമ്മുടെ പ്രാർത്ഥനകളിൽ കേട്ടു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും ഉന്നതനായി പുത്രൻ തമ്പുരാൻ സാക്ഷ്യപ്പെടുത്തുന്നത് യോഹന്നാൻ മാംദാനയാണ്. യോഹന്നാന്റെ ജനനത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പ്രാർത്ഥനകൾ സമർപ്പിച്ച് ആ കാര്യങ്ങളിലൂടെ എല്ലാം കടന്നുപോയതാണ്. എന്തുകൊണ്ടായിരിക്കണം ഒരു മകൻ ഇത്ര ശ്രേഷ്ഠനായിത്തീരുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹം മുഴുവൻ ഒരുവനെ ശ്രേഷ്ഠൻ എന്ന് പറയുകയും അവൻ ആ രാജ്യത്ത് തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളിൽ നല്ലവരോടും ദ്വേഷികളോടും സുവിശേഷം അറിയിക്കുകയോ സന്ദേശം നൽകുകയോ ചെയ്യുമ്പോഴും ഇത്ര ആർജവത്വത്തോടുകൂടി അത് ചെയ്യുവാനും തൻ്റെ ഇടത്തോടെ നേരിടേണ്ടിടുവാനും തയ്യാറായത് എന്തുകൊണ്ടാണ്? അതിന് പല കാരണങ്ങളും നമുക്ക് വ്യക്തിപരമായി അനുഭവവേദ്യമാവുന്ന കുറെ കാരണങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ നമ്മൾ കണ്ടു. യോഹന്നാന് ജന്മം കൊടുക്കുവാൻ അമ്മ തയ്യാറാകുന്ന സമയം അവന് പേരെന്തിടണം എന്നുള്ളതിനെ കുറിച്ച് ഒരു സംശയമുണ്ടായി. ചർച്ചക്കാരെല്ലാം ഒരുമിച്ച് കൂടി. അന്നത്തെ ചടങ്ങുകളെല്ലാം കൃത്യമായി തന്നെ നടക്കേണ്ടതുണ്ട്. വളരെ ആകാംക്ഷയോടെ കുഞ്ഞിനെ കാണുവാൻ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി അവന് പേരിടുവാനുള്ള ഒരു സമയം സംജാതമായി. അപ്പൊ അവന്റെ അമ്മ പറഞ്ഞു, എന്താ പറയുന്നത്, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഉടനെ കൂടെ തന്നെ ആളുകൾക്കെല്ലാം വലിയ പ്രശ്നമായി. ഇല്ലേ, നമ്മളത് വായിച്ചതാണ്. എന്താണ്? പാരമ്പര്യം അനുസരിച്ച് അവന്റെ പേരങ്ങനെ മാറ്റിയിടാൻ പാടില്ല. സഖറിയ എന്ന് തന്നെ അവന് പേരിടണം. പക്ഷേ
അമ്മ പറയുന്നു അവന്റെ പേര് യോഹന്നാൻ എന്നാണ്. സ്വാഭാവികമായും ഒരു വ്യവസ്ഥാപിതമായി പോകുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരതിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. പാരമ്പര്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ട് പോകണമെന്ന് വളരെ നിർബന്ധമുള്ള ഒരു സമൂഹമാണ്. ഉടനെ അവന്റെ പിതാവിനോട് പേരെന്തിടണം എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കാമെന്ന് തീരുമാനിച്ചു. പിതാവിന് അന്ന് സംസാരിക്കാൻ കഴിയാത്ത സമയമാണ്. അവനൊരു എഴുത്ത് പലകയിൽ എഴുതി കൊടുത്തു യോഹന്നാൻ എന്ന് തന്നെ. നമ്മളത് പലതവണ വായിച്ചപ്പോൾ നമുക്കതിന്റെ ഗൗരവം എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്ന് എനിക്കറിയില്ല. അമ്മ ഒരു കാര്യം പറയുന്നു, അത് ആ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. സംസാരിക്കാൻ കഴിയാതെ മാറിയിരുന്ന ഒരു പിതാവ് ഒരു സങ്കോചവും കൂടാതെ അമ്മ പറഞ്ഞതിന് സാക്ഷ്യം നൽകി അതേ കാര്യങ്ങൾ തന്നെ ചെയ്യണമെന്ന് ഭർത്താവും ആവശ്യപ്പെടുന്നു. ഇതാണ് നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഗൗരവമുള്ള കാര്യം. അവര് തമ്മിൽ നേരത്തെ പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും, അങ്ങനെ അല്ലെങ്കിൽ അതിന്റെ തീവ്രത കൂടുകയാണ്. വീട്ടിൽ അമ്മ ഒരു കാര്യം പറയുമ്പോൾ അതിൽ നിന്ന് വ്യതിചലിക്കാതെ തന്നെ അതേ കാര്യം തന്നെ ചെയ്യണമെന്നോ അതേ കാര്യം തന്നെ അവിടെ നടപ്പാക്കണമെന്നോ നിർബന്ധമുള്ള ഭർത്താവ്. അവർക്ക് രണ്ടുപേർക്കും കൂടി ജനിച്ച മകനെ സംബന്ധിച്ചാണ് പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ ഏറ്റവും ഉത്തമനായിരുന്നു. ഈ ഒരു ബന്ധത്തെയാണ് ഒരു കാരണമായി നമ്മൾ ഓർക്കേണ്ടത്. ഒരു മകൻ, ഒരു മകൾ സമൂഹത്തിനും സഭയ്ക്കും ആ ദേശത്തിനുമൊക്കെ കീർത്തിയുള്ളതാക്കി തീർക്കുവാൻ, ഉന്നതമായൊരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാൻ, ഒരുവന്റെ മുന്നോടിയായി വരുവാനുള്ള അവകാശം സിദ്ധിക്കുമ്പോൾ മാതാവിന്റെയും പിതാവിന്റെയും പരസ്പരമുള്ള ബന്ധവും അവരുടെ ഹൃദയ ഐക്യവും അവർ തമ്മിലുള്ള ചേർച്ചയും ഒക്കെ അതിന് മൂലക്കല്ലായി തീർന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പെരുന്നാളിന്റെ ഒരു സന്ദേശം അതായിരിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം തലമുറകൾക്ക് ജന്മം നൽകുവാൻ ദൈവം തമ്പുരാന്റെ വലിയ അനുഗ്രഹം ലഭിച്ച ഒരു സമൂഹമാണ്. അത് നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെയെല്ലാം പരസ്പരമുള്ള ബന്ധത്തിന്റെ തീവ്രത അനുസരിച്ച് മക്കളുടെ തലമുറകളുടെ നിലനിൽപ്പിന്റെ ഔന്നത്യം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു വലിയ ചുമതലയാണ് അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. താൻ മുന്നോടിയായി പോയി മറ്റൊരുവനെ സ്വീകരിക്കുവാൻ, സമൂഹത്തിലേക്ക് കൊണ്ടുവരുവാൻ, അവൻ ആരാണ് എന്ന് പ്രഖ്യാപിക്കുവാനുള്ള വലിയ അവകാശം. ആ അവകാശം ലഭിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധികൾ, അവൻ പറഞ്ഞു, നീ ചെയ്യുന്ന തെറ്റാണ്, നീ നിന്റെ സഹോദരന്റെ കൂടെ കഴിയേണ്ടവളല്ല, അല്ലെങ്കിൽ നീ നിന്റെ സഹോദരന്റെ ഭാര്യയെ കൂടെ നിർത്തേണ്ടവളല്ല, നീ ചെയ്യേണ്ടത് ഇതിന്റെ ഉത്തരവാദിത്വങ്ങൾ നിനക്കുണ്ട്. ശരിയേത് തെറ്റേത് എന്ന് തന്റെ ഇടത്തോടെ വിളിച്ചു പറയുവാനുള്ള ഒരു ആർജവത്വം യോഹന്നാൻ മർദ്ദനം അത് അവിടെ പ്രകടിപ്പിക്കുകയാണ്. അതിന്റെ പരിണിതഫലം നമ്മൾ കാണുന്നുണ്ട്. എന്താ പരിണിതഫലം? അവന്റെ ജീവൻ അവിടെ അവസാനിക്കുകയാണ്. ഒരു കാലത്തിൽ അവന്റെ ശിരസ് സമ്മാനമായി ലഭിക്കപ്പെടുന്ന, ശിരസില്ലാത്ത ശരീരം കൂടെയുള്ളവർ ചെന്ന് ശിഷ്യന്മാർ പോയി അത് മറവ് ചെയ്യേണ്ട സാഹചര്യം. ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ മനസ്സിൽ കണ്ടപ്പോഴും അവൻ പറയുന്നു, നീ ചെയ്യുന്നത് തെറ്റാണ്. സത്യത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഉത്തരവാദിത്വം, ഇതാണ് ശരിയെന്ന് പറയാനുള്ള ആർജവത്വം. പലപ്പോഴും നമ്മൾ ബോധപൂർവം സൗകര്യപൂർവ്വം മറന്നു പോകുന്ന ഒരു കാര്യമാണ്. തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഈ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തിനോ നമ്മളുടെ നിലനിൽപ്പിനോ നമ്മളുടെ ശ്രേഷ്ഠതയ്ക്കൊന്നും പറ്റിയതല്ല എന്ന് പറയുവാനുള്ള തന്റെ മാതാപിതാക്കൾ കാണിക്കേണ്ടത്. അങ്ങനെ കാണിക്കുമ്പോഴാണ് മക്കൾ അത് കണ്ടു വളരുകയും തെറ്റിലൂടെ കടന്നു പോകുന്നതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി തെറ്റിനോട് മാറി നിൽക്കുകയും ചെയ്യുന്നത്.
താൽക്കാലികമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. ഒരു ശരിക്ക് വേണ്ടി നിൽക്കുമ്പോൾ അത് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഒരു ശരിക്ക് വേണ്ടി നിൽക്കുമ്പോൾ നഷ്ടങ്ങളെല്ലാം ഉണ്ടാകാം. എന്തെല്ലാം നഷ്ടങ്ങൾ സംഭവിച്ചാലും, എന്തെല്ലാം ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിന്റെ എല്ലാം അപ്പുറം ഞാൻ വിശ്വസിച്ച ഒരു ശരിക്ക് വേണ്ടി, എന്നെ പിതാക്കന്മാർ പഠിപ്പിച്ച ഒരു ശരിക്ക് വേണ്ടി, ഇതാണ് ശരിയെന്ന് പറഞ്ഞു തരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുവാൻ എനിക്ക് അവകാശമില്ല എന്നുള്ള ബോധ്യത്തോടെ നഷ്ടങ്ങളൊക്കെ രണ്ടാമത് വരുന്നതാണ്. പ്രഥമമായി എന്നെ പഠിപ്പിച്ച ശരി, എന്റെ പിതാക്കന്മാർ എന്നെ പഠിപ്പിച്ച ശരി, എന്റെ പിതാക്കന്മാർ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മളെ ഫലമേൽപ്പിച്ച ഉത്തരവാദിത്വം, അത് മനസ്സോടെ ഏറ്റെടുക്കുവാനുള്ള ഒരു മാനസികമായ വളർച്ച യോഹന്നാൻ മാതാവിന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഗൗരവപൂർവ്വം ഓർക്കേണ്ടതുണ്ട്. താൽക്കാലികമായി ഉണ്ടാകുന്ന ഒന്നും ശാശ്വതമല്ല. ശരികളെന്നും ശാശ്വതമാണ്. അത് എവിടെ വെച്ച് താൽക്കാലികമായി ആക്രമിക്കപ്പെട്ടാലും, ഒരു നിയമത്തിന് വേണ്ടി, ഒരു ശരിക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവന് ശാരീരികമായ പീഡകൾ അനുഭവിക്കേണ്ടി വന്നാലും, കുടുംബപരമായ പീഡകൾ അനുഭവിക്കേണ്ടി വന്നാലും, അവന്റെ സ്വഭാവത്തെ മറ്റുള്ളവരുടെ മുന്നിൽ ദൂഷിച്ചു പറഞ്ഞാലും, എവിടെയൊക്കെയാണെങ്കിലും ആ നഷ്ടങ്ങളൊന്നും ഞങ്ങളുടെ നഷ്ടങ്ങളല്ല എന്ന് പറയുവാനുള്ള തന്റെ ഇടം ഈ പരിശുദ്ധന്റെ നാമം പേർന്ന ഈ ദേവാലയത്തിലെ മക്കൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, കർത്താവ് ഈ ലോകത്തിലേക്ക് വരുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവൻ യോഹന്നാൻ മാതാവിയാണ്. ഇവൻ ഇവിടെ ഒരു വലിയ നഷ്ടത്തിന് വിധേയനാവുന്നത് എന്താണ്? ഇവനൊരു വലിയ ശിഷ്യ സമ്പത്തുണ്ടായിരുന്നു. കർത്താവ് ആ സ്ഥാനത്തേക്ക് പരിശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി വരുമ്പോൾ ഇവന്റെ ശിഷ്യന്മാരെ മുഴുവൻ കർത്താവിനെ വിട്ടുകൊടുക്കുകയാണ്. അവന്റെ പിന്നാലെ കൂടിയ മുഴുവൻ കർത്താവിന്റെ ശിഷ്യന്മാരായി കർത്താവിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി അവൻ വിട്ടുകൊടുക്കുകയാണ്. ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അതത്ര വലിയ സന്തോഷമുള്ള കാര്യമൊന്നുമില്ല. തന്നെ അനുഗമിക്കുന്ന, താൻ നൽകുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന, തന്റെ ജിഹ്വകളായി ലോകത്തിലേക്ക് പോകേണ്ട ശിഷ്യന്മാരെ മുഴുവൻ വേറൊരു എന്നേക്കാൾ വലിയവനാണ് വരുന്നവനെന്ന ബോധ്യം വരുമ്പോൾ അവന് വിട്ടുകൊടുക്കുവാനുള്ള ഒരു വലിയ മാനസികമായ ഒരു വളർച്ച, അത് പലപ്പോഴും നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ്. സ്വന്തം മക്കൾക്ക് പോലും ഒരു സ്ഥാനം വച്ചു കൊടുത്ത് പിന്മാറാൻ വേണ്ടി പലപ്പോഴും വേദനിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു, അവനെ ഞാൻ സ്വീകരിച്ച് അവൻ ഇതിനെ നയിക്കുവാൻ വേണ്ടി ചുമതലപ്പെട്ടവനാണെന്നുള്ള ബോധ്യത്തോടെ വരുമ്പോൾ അവന് വഴിയൊരുക്കുക മാത്രമാണ് എന്റെ ഉത്തരവാദിത്തമെന്ന് ഞാൻ എന്ന് ചിന്തിക്കുന്നുവോ, അന്നായിരിക്കും എനിക്കും എന്റെ പിന്നാലെ വരുന്നവന് ശ്രേഷ്ഠത അനുഭവപ്പെടുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെയൊക്കെ അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് പകർന്നു കൊടുത്ത് അവരെ വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ പിതാക്കൻ, ഇത് എന്റെ സ്വന്തമൊന്നുമല്ല, നമ്മുടെ പിതാക്കന്മാർ നമുക്ക് തന്നതാണ്, തലമുറകളായി നമുക്ക് തന്നതാണ്. ഇത് ഞാൻ നിനക്ക് സമർപ്പിക്കുകയാണ്. നീ ഇത് ഏറ്റെടുത്ത് ഇത് തുടർന്നു പോകണം. അടുത്ത തലമുറകൾക്ക് ഇത് തന്നെ മാതൃകയായി തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു ബോധ്യം പറഞ്ഞു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഒരു പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ പെരുന്നാളിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന സത്യവും അതിൽ നിന്നുള്ള സന്ദേശവും എല്ലാം സ്വീകരിക്കാനുള്ള ഒരു വളർച്ചയിലേക്ക് നമ്മൾ വരുമ്പോൾ മറ്റ് മോഡുകളെല്ലാം നാം മാറ്റി നിർത്തുകയാണ്. കഴിഞ്ഞ വർഷം നടത്തിയതുപോലെ ഒന്നും നമുക്ക് ആകുന്നില്ല. ഒരു പുതിയ പാത നമ്മൾ ഇവിടെ വെട്ടി തുറക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി പ്രദക്ഷിണവും ശുശ്രൂഷകളും ഒക്കെ നടത്തിയെങ്കിൽ ഇന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ പരിമിതപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു. ഈ പരിമിതപ്പെടുത്തലുകളുടെ എല്ലാം ഒടുവിലും നമുക്ക് ലഭ്യമാകുന്ന വലിയ സൗഭാഗ്യം നമുക്ക് സ്വീകരിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ ഈ ഇടവയെ കുറിച്ച് അച്ഛൻ വളരെ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഒരു പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്റെ മക്കളെ കുറിച്ച് പറയുന്ന നല്ല കാര്യങ്ങൾ കേൾക്കുന്നത് തന്നെ സന്തോഷമാണ്. അച്ഛൻ ഇവിടെ പറഞ്ഞ ഒരു കാര്യം മനോഹരമായ ഒരു ദേവാലയത്തെ കുറിച്ചാണ്. നിങ്ങൾ ഒരുമിച്ച് കൂടി അതിന് മാത്രം പുറമേ നിന്നും ഒരു പണവും ഇവിടെ കൊണ്ടുവന്നില്ല. എത്ര മനോഹരമായി നിങ്ങളെ കൊണ്ട് ഈ ദേവാലയം ഇവിടെ നിർമ്മിച്ചെടുക്കുവാൻ സാധിച്ചു. എത്ര മനോഹരമായിട്ട് നിങ്ങളുടെ കൈകളിൽ കിടക്കുന്ന, നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങളുടെ കുടുംബങ്ങളിലോ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെയും വില അത് നിങ്ങൾ അവിടെ ഉപയോഗിക്കാതെ ഈ ദേവാലയത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ അത് നമ്മുടെ കൈകളിൽ കിടക്കുന്ന ആഭരണങ്ങളോ കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങളെക്കാൾ എല്ലാം മനോഹരമായി തീർന്ന ഒരു ദേവാലയമായിരുന്നു.
നിങ്ങളോട് ആ കാര്യത്തിൽ നിങ്ങളെടുത്ത വലിയ ഉത്തരവാദിത്വവും നിങ്ങളുടെ മനസ്സിൻ്റെ വിശാലതയും ഒക്കെ ഒത്തിരി നല്ലതാണ്. ബാക്കി വന്നതുകൊണ്ട് ഇത്ര കുട്ട നിറച്ചെടുത്തതിന് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം കുട്ട നിറച്ചെടുത്തു എന്ന് പറഞ്ഞതുപോലെ അച്ഛൻ പറഞ്ഞ് ബാക്കി ഉള്ളതുകൊണ്ട് ബാക്കി പണിയും അവിടെ ചെയ്യാൻ സാധിച്ചു. ദേവാലയത്തിൻ്റെ കാര്യങ്ങൾ അത് ഏറ്റവും ശ്രേഷ്ഠമായി നിങ്ങൾ നിർവഹിക്കുമ്പോൾ തലമുറകളായി നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നുള്ളതും ഞാൻ ഓർക്കുകയാണ്. ഈ ദേശത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സന്തോഷവും അടുപ്പവുമുള്ള ഒത്തിരി ആളുകളുള്ള ഒരു ദേശമാണ്. പ്രത്യേകിച്ച് വടക്കൻ ഭദ്രാസനങ്ങളിലെ പ്രശ്നങ്ങളിൽ ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മീനടത്തു നിന്നും ഇവിടെ ഈ അടുത്തുള്ള ബാക്കിൽ നിന്നുമൊക്കെ ഉള്ള ഇവിടുത്തെ സഹോദരൻ ജോമോനും ജ്യോതിയുമൊക്കെ ഓടിയെത്തുവാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന, ഈ വൈദിക സഹോദരങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളോട് പലപ്പോഴായി ഈ കാര്യങ്ങളെക്കുറിച്ച് വിളിച്ചന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സാന്നിധ്യവും പ്രാർത്ഥനകളും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്നു എന്നുള്ളത് പ്രത്യേകം അനുസ്മരിക്കുകയാണ്. ഇന്ന് ഈ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ പ്രത്യേകിച്ച് പ്രിൻസിയും ഒക്കെ എന്നെ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ഇവിടെ വരാൻ ഇടയായതിനും നമുക്ക് ഒരുമിച്ച് ഈ പെരുന്നാൾ ആഘോഷിക്കുവാൻ ഇടയാവുന്നതിലും ഈ സന്ദേശങ്ങളെല്ലാം പരസ്പരം നമുക്ക് സ്വീകരിക്കുവാനും പരസ്പരം പങ്കുവയ്ക്കുവാനും ഇടയായതിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്പുരാൻ നിങ്ങളെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നിർവാചനെ നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായി അറിയാൻ കാരണം പല പ്രശ്നങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് സഭയ്ക്ക് സധൈര്യം ഇന്നത്തെ യോഹന്നാൻ മാർപ്പാപ്പയുടെ സ്വഭാവ സവിശേഷത ഉൾക്കൊണ്ടുകൊണ്ടതുപോലെ പ്രവർത്തിച്ച നിർവാചനെ ദൈവം തമ്പുരാൻ കൃപയിൽ നിന്ന് കൃപ നൽകി കൂടുതൽ അനുഗ്രഹിക്കും യാതൊരു സംശയമില്ല. നിർവാചനെ ഒരു വാക്കിൽ വന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞായറാഴ്ചയിൽ കോതമംഗലം ത്തുള്ള കുടുംബത്തിലെ അംഗമാണ്. അത് പ്രിയപ്പെട്ട നിർവാചൻ്റെ പിതാവും പൗലോസ് അച്ചായനും അമ്മാമ്മയും നിബന്ധിതരായി. എന്നാൽ അവരുടെ സംഘത്തിൽ നിന്നുള്ള പ്രാർത്ഥന നിർവാചനും കോട്ടയം അഭയവുമാണ്. പ്രിയപ്പെട്ട നിർവാചൻ അഡ്വക്കേറ്റായിട്ട് സ്ഥാനം ലഭിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. സഭയുടെ ഈ പ്രശ്നങ്ങൾ കോടതി വിധിയൊക്കെ മറ്റ് വിഭാഗങ്ങൾക്ക് മറ്റുള്ളവർ വ്യാഖ്യാനിച്ചു കൊടുക്കണം. അവരുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കുകയും കേസ് ജയിക്കില്ല എന്ന് ബോധ്യമുണ്ടെങ്കിലും പൊക്കോ ഹൈക്കോടതിയിൽ പൊക്കോ അവിടെ പൊക്കോ ഇവിടെ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് കാശ് അവരെ കൊണ്ട് നഷ്ടപ്പെടുത്തുകയും ചെയ്യണം. അമ്മാച്ചൻ്റെ കയ്യിൽ കോടതി വിധി കിട്ടിയാൽ അത് വായിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള അറിവും ജ്ഞാനവും ബഹുമാനപ്പെട്ട പ്രവാചനുണ്ട്. പ്രവാചനെ പോലെ ഇത്ര വിനയമുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുക പ്രയാസമാണ്. കാരണം അദ്ദേഹം അറിവിൻ്റെ കാരണമാണ്. ഇത്രയും വിനയമുള്ള ഈ പ്രവാചനെ തിരസ്കരിക്കുന്നത് എന്താണ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട പ്രവാചന കാര്യങ്ങൾക്ക് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പിൻബലവും നമ്മുടെ ആൾബലവും നൽകി സഹായിക്കേണ്ടതുണ്ട്. പ്രവാചൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ പ്രവാചനുള്ള സന്തോഷവും സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. പ്രവാചൻ നൽകിയ വലിയ വാക്കുകൾക്കും നമുക്ക് പ്രചോദനമായി തീർന്നതിൽ ദൈവത്തെ മുക്തപ്പെടുത്തുന്നു. ഇന്ന് മൂന്നുമേ കുർബാനയെ സ്വീകരിച്ച പ്രിയപ്പെട്ട പുജാല അച്ഛനോടും അതോടൊപ്പം തന്നെ ലിജോ അച്ഛനോടും ഉള്ള കല്ലിശ്ശേരി അച്ഛനോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഞാൻ ഇപ്പോഴീ സമയം എടുക്കുന്നത് പിന്നീടുള്ള തന്നെ നമ്മുടെ അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ സഹോദരി കൊച്ചച്ഛനോടുള്ള ഏറ്റവും വലിയ സ്നേഹവും ആദരവും അദ്ദേഹം ഇന്നും വിശുദ്ധ കുർബാനയിൽ പ്രിയപ്പെട്ട സഹധർമ്മിണി മക്കളുമായിട്ട് പങ്കുചേർന്നിരിക്കുന്നു എന്നുള്ളത് ഈ പെരുന്നാളിലുള്ള നമ്മുടെ അദ്ദേഹത്തിൻ്റെ താല്പര്യവും സന്തോഷവുമാണ് സൂചിപ്പിക്കുന്നത്. ഇന്നലെ വന്ന് സഹകരിച്ച പ്രിയപ്പെട്ട ജോലി അച്ഛനോടുള്ള പ്രത്യേകമായ സ്നേഹവും സന്തോഷവും എനിക്ക് പ്രകാശിപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എഴുന്നേറ്റിരിക്കാം. മക്കളെ പോലെ ദൈവം ചെയ്യും.
ഏറ്റുചൊല്ലണം. എന്റെ കർത്താവേ, നിന്നെ ഭക്ഷ്യപ്പാൻ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർഭാവങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള ആശയാവുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവ് ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമേൻ. ഇപ്പോൾ വിശുദ്ധ കുർബാന സ്വയം പ്രാപിച്ചവർക്ക് നൽകുന്നവർക്കായിട്ട് നൽകുകയാണ്. അവര് നൽകപ്പെടുന്ന രീതി അതുമായി ശുശ്രൂഷിക്കുന്നവർക്ക് അഭിമന്യ റമ്പാച്ചൻ വിശുദ്ധ കുർബാന നൽകും. താഴെ 2 സൈഡിലായി കുർബാന അർപ്പിക്കപ്പെട്ട വൈദികര് വിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് നൽകും. കുർബാന അനുഭവിച്ചതിന് ശേഷമുള്ള വെള്ളം കുടിക്കുന്നതിന് നടുക്കാണ് ക്രമീകരിക്കുന്നത്. ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണത്. അത് കുടിച്ചു കഴിഞ്ഞിട്ട് അവിടെ വയ്ക്കുന്ന തറയിൽ നിങ്ങളത് നിക്ഷേപിക്കണം. സ്പൂൺ കൊണ്ടായിരിക്കും വിശുദ്ധ കുർബാന നൽകപ്പെടുന്നത്. ലൈനായിട്ട് സ്ത്രീകൾ ഒരു സൈഡിൽ, പുരുഷന്മാർ ഒരു സൈഡിൽ, അങ്ങനെ ലൈനായിട്ട് വന്ന് കുർബാന അനുഭവിക്കണം. തിരിച്ച് നടുക്കൂടി തന്നെ ഇറങ്ങിപ്പോകത്തക്ക ഇടയിട്ട് വേണം നിങ്ങൾ അറിയാൻ എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. സൂര്യാദോഷം പാടും
സ്തുതിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരെ തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസന്മാർക്ക് പാപപരിഹാരം സമൃദ്ധിയായി ഇറങ്ങി വരുമാകേണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള നിത്യമായ മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവരായ നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ അവിടുത്തെ വലതു ദുർക്കരം നീട്ടി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമാവുന്ന യേശു മശിഹായാവുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവേ ഉന്നതിയും മഹിമയുടെ സകലമാർക്കും മൃദുവിൽ കരുണയും ഉണ്ടാക. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ പാപപരിഹാരവുമായ നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ രക്ഷയ്ക്കും ഞങ്ങളുടെ ജീവനുമായി തീരണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്തുതി പാടും ശരണം നീയേ. മൃഗതൻ ഉയർക്കും നീരന്മേ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ദൈവം തമ്പുരാനെ, നിന്റെ ഏകജാതന്റെ ശരീര രക്തങ്ങളാവുന്ന ഈ ദിവ്യദാനത്തിനായി യോഗ്യരായിരുന്നു ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വകുലസ്ഥാൻ ലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഓർക്കുമ്പോൾ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനെ, നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി നീ അർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും
പാപപരിഹാരപ്രദമായ രക്തം പാനീയമായി നൽകുകയും ചെയ്തുവല്ലോ. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നോടുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഹൃത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മരിച്ചുപോയവർക്കും പാപമോചനം നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബകൂലസ്താൻ ലമുൽമീ. ജ്ഞാനം സ്നാനം കൈവൈപ്പെന്നിവ സുതനു കൊടുത്തോ. മഷിഹാരാജൻ തൻ പ്രതിപുരുഷൻ സ്നാപകവീരൻ സ്കറിയാതനയൻ വേദക്കടലിൻ മറുകര കണ്ടോ. നിന്നിത നൃപനെ ഭസിച്ചോ തല കാഴ്ചയണച്ചോ. രക്ഷവരുത്താൻ നരനായൊരു സുരമണവാളൻ തൻ തോൾമാക്കാര വഴി ചൊവ്വാക്കാൻ ഘോഷിച്ചോനെ. നീ ചൊന്നതുപോലെങ്ങട കൃത്യം നിർമ്മലമാക്കാൻ നിന്നാൽ ഘോഷിതനാമശിഹായോടു യാചിക്കണമേ. വത്സല സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണത്തോടും അനുഗ്രഹത്തോടും കൂടെ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ അനുമേൽപ്പിക്കുന്ന സമയത്ത് സമാധാനത്തോടുകൂടെ പോകുകയും ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും ജീവനോടുകൂടെ മരിച്ചവരും കർത്താവിന്റെയും വിജയ ശ്രീബാൻ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസ മുദ്രയിടപ്പെട്ടവരുമേ വിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും, നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാൻ ബലഹീനും ഭാവിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹ സഹായം പ്രാപിക്കാൻ ഇടയാകട്ടെ. നിങ്ങൾ ആനന്ദിച്ച സന്തോഷിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടെ പോകുവിൻ എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പകുതിയെടുത്തിരണമേ. ഞങ്ങളുടെ കാരണങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നോട് നാം രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കർത്താവേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവത്തോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. എല്ലാവർക്കും തലസ്ഥാനങ്ങളിലിരിക്കാം. ഒരു വിവാഹം വിളിച്ചുകൊണ്ടുണ്ട്. ഈ പള്ളിയുടെ വകയിൽ നെടുങ്കാട് കരയിൽ കൊച്ചുപാലക്ക വീട്ടിൽ ശ്രീ പി വി മാത്യുവിൻ്റെയും ശ്രീമതി സൂസി മാത്യുവിൻ്റെയും മകൻ 33 വയസ്സുള്ള സുബിൻ മാത്യു കോന്നി സെൻറ് ജോർജ് മഹായിടവകയിൽ കുമ്മണ്ണൂർ വില്ലേജ് കോയിക്കൽ വീട്ടിൽ കെ പി ജേക്കബിൻ്റെയും ലതാ ജേക്കബിൻ്റെയും മകൾ 32 വയസ്സുള്ള അലക്സി തമ്മിലുള്ള വിവാഹം 2025 ജനുവരി മാസം 3-ാം തീയതി 11:30 ഈ പള്ളിയിൽ വെച്ച് നടത്തുന്നതിന് നിശ്ചയിച്ച് ഉറച്ചിരിക്കുന്നു. മേൽപ്പടി വിവാഹം നടത്തുന്നതിന് കാനൂനികമായി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആയത് അറിവുള്ളവർ രേഖാമൂലം പള്ളിയിൽ ഏൽപ്പിക്കേണ്ടതാണ്. മറ്റ് 1-2 അറിയിപ്പുകളും കൂടിയുണ്ട്. അത് ഞാൻ നേരത്തെ നമ്മുടെ ആരാധ്യനായ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച അറമ്പാച്ചനോടുള്ള സന്തോഷവും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിച്ചിരുന്നു. അദ്ദേഹം മാത്തോമൻ പള്ളി ഇടവകയിലെ വികാരിയായിട്ട് പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇടവകയുമാണത്. പിന്നെ വന്നു ചേർന്ന 2 കൊച്ചന്മാരോടുള്ള സന്തോഷം അറിയിക്കുന്നു.
നമുക്കിന്ന് ഈ ആരാധന ഭംഗിയാക്കി തീർക്കുവാൻ എത്തിച്ചേർന്ന ഗായകസംഘം ആരാധന വാഗ്ദാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവർ വന്ന് നമ്മുടെ ഈ കുർബാന ധന്യമാക്കിയതിൽ ഈ ആരാധന സംഘത്തോടുള്ള ഇടവകയുടെ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ഇന്നലെ നടന്ന റാസയിലും ഇന്നത്തെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് അനുഗ്രഹിച്ച നമ്മുടെ സഹകാരി കുരുവോളം ചാക്കോ കൊച്ചുകൈപ്പുഴ അച്ഛനോടും ഫാദർ എബ്രഹാം വർഗീസ് വടശ്ശേരി എന്നിവരോടും ഇന്ന് വിശുദ്ധ കുർബാനയെ സഹകരിച്ച ലിജോ വലിയ കുഞ്ഞാലും അതോടൊപ്പം തന്നെ ജിബിൻ കല്ലിശ്ശേരി എന്നിവരോടും ഉള്ള സന്തോഷവും സ്നേഹവും ഇടവകയുടെ പേരിൽ അറിയിക്കുന്നു. പെരുന്നാളിന് ശബ്ദവും വിളിച്ചു നൽകി ഭംഗിയായി ആക്കി തീർത്ത SG സൗണ്ട്സിനോടുള്ള പ്രത്യേകമായ ഇടവകയുടെ സന്തോഷം അറിയിക്കുന്നു. പെരുന്നാൾ നമുക്കെല്ലാവർക്കും അറിയാം, വളരെ മനോഹരമായിരുന്നു. ഇന്നത്തെ റാസ വിശ്വാസികൾ നടന്ന് പോകുന്നത് ക്രമീകരിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് അസൗകര്യമാകിയാൽ നമ്മൾ വാഹനങ്ങളിലാണ് ക്രമീകരിച്ചത്. യുവജനങ്ങൾ അതോടൊപ്പം തന്നെ താല്പര്യമുള്ള പ്രായമായവരും അവരവരുടെ സ്കൂട്ടറിലും ബൈക്കിലുമായിട്ട് ഇതിന് മുന്നോടിയായി പോയതിലും അത് വളരെ മനോഹരമാക്കി തീർക്കുവാൻ വളരെയേറെ സഹായിച്ചു. അതിനൊക്കെ വേണ്ടി സഹകരിക്കുകയും പ്രവർത്തിക്കുകയും പെരുന്നാളിൻ്റെ ഫ്ലെക്സ് വയ്ക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്ത യുവജനങ്ങളോടും എല്ലാത്തിനും ഉത്സാഹിച്ച എല്ലാവരോടുമുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ റാസയ്ക്ക് വാഹനങ്ങൾ വിട്ടുതന്ന എല്ലാവരോടുമുള്ള ഇടവകയുടെ നന്ദി ഇപ്പോൾ അറിയിക്കുകയാണ്. നമ്മുടെ പെരുന്നാൾ ലൈവായി ഇന്നലെയും ഇന്നും ബ്രോഡ്കാസ്റ്റ് ചെയ്ത ചുണ്ടില്ല മറ്റത്തിൽ ബ്ലസൻ്റെ ചുമതലയുള്ള സൂപ്പർ സിംഗ് സ്റ്റുഡിയോ ഇതിനോടുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സംരംഭത്തിലേക്ക് ബ്ലസൻ മുന്നോട്ട് വന്നതിൽ ബ്ലസനോടുള്ള എല്ലാ നന്മകളും നേർന്നുകൊണ്ട് സന്തോഷം അറിയിക്കുന്നു. മറ്റൊന്ന്, ഉടൻ തന്നെ നമ്മുടെ റാസയാണ് ആരംഭിക്കുന്നത്. ഈ റാസ 3 അണുബാച്ചൻ ഉൾപ്പെടെ മറ്റ് 2 വൈദികരും ചേർന്ന് 3 ഇട്ടുകെട്ടിയ അച്ഛന്മാരുടെ നേതൃത്വത്തിലാണ് റാസ നടക്കുന്നത്. പെട്ടെന്ന് മേക്കെട്ടി നമ്മുടെ ഈ വടക്കേ വാതിക്കൽ വരണം. അതുപോലെ തന്നെ പള്ളി കുരിശുകളും എടുത്തുകൊണ്ട് വരണം, കൊടകളും കൊടികളും. പക്ഷേ ഒരു കാര്യം ഓർപ്പിക്കാനുള്ളത്, നിങ്ങൾ ആളുകൾ ഇതിനോട് ചേർന്ന് റാസവധി പോലെ നടക്കാൻ ക്രമീകരിക്കുന്നതിന് നല്ലത് നിങ്ങൾ 2 സൈഡിലായി നിൽക്കുന്നതാണ്. ആ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കൊടകൾ പിടിച്ചുകൊണ്ട് നിൽക്കാം, സ്ത്രീകളും പുരുഷന്മാരും. പള്ളി ഒരു വലം വെച്ചാണ് റാസ നടത്തപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ നിൽക്കുന്നതിന് നടുക്ക് കൂടി കുരിശുകളും മേക്കെട്ടിയും കടന്നു വരും, ആശീർവാദവും നൽകും. കുരിശുകളും മേക്കെട്ടിയും കൊടിയും ആണ് നടക്കപ്പെടുക. മറ്റുള്ളവരെ കൊടകളും ഒക്കെ ആയിട്ട് സൈഡിൽ നിൽക്കണം. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ ആവോ? ഏതായാലും പെട്ടെന്ന് അതിനുള്ള ക്രമീകരണത്തിലേക്ക് വരണമെന്ന് ഓർപ്പിക്കുന്നു. ലൈനായിട്ട് നിൽക്കാം എന്നുള്ള കാര്യം അറിയിക്കുന്നു. ശ്രീബാബുജി നേർച്ചയിട്ട് പോകാം എന്നുള്ള കാര്യം അറിയിക്കുന്നു. നമ്മുടെ കൊച്ചുമ്പോൾ ശ്രീബാബുജി നിങ്ങൾക്ക് ആശീർവാദം നൽകി പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. യുവന പ്രോത്സാഹനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മേഖലാതല മത്സരങ്ങളിൽ കഥാപ്രസംഗത്തിനും ഉപന്യാസ മത്സരം 1ാം സ്ഥാനം നേടിയ ശ്രീമതി പ്രിൻസി സിജുവേലിക്കത്തിന് യുവന പ്രോത്സാഹനത്തിൻ്റെ ആഭിമുഖ്യം നടത്തിയ ഭദ്രാസന മത്സരങ്ങളിൽ കഥാപ്രസംഗത്തിന് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ശ്രീമതി പ്രിൻസി സിജുവേലിക്കത്തിന് ഇപ്പോൾ ബഹുമാനപ്പെട്ട അംബാച്ചൻ സമ്മാനം നൽകുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യക്ഷം വന്ന ശ്രീബാബുദ്ധിൻ്റെ ആൾക്കാരെ ഓർമ്മിക്കുന്നു. മറ്റൊരു കാര്യം ഓർമ്മിക്കാനായിട്ടുള്ളത്, നിങ്ങൾ സംഭാവനയായി കൊണ്ടുവന്നിട്ട്
തിരക്ക് പിടിച്ച് പിന്നെ മടങ്ങിപ്പോകരുത് അത് കൊടുക്കാതെ. അതെല്ലാം പള്ളിയിൽ ഏൽപ്പിക്കണം. കാരണം നമ്മുടെ പെരുന്നാളത്തിലെ ഭംഗിയായല്ലോ. അതിനുവേണ്ടി അല്പമായും അധികമായും സഹകരിച്ച എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. അതുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള പണമൊക്കെ പതിവ് പോലെ പെരുന്നാളിന് നൽകണം. ഈ പ്രാവശ്യം നമുക്ക് ആദ്യം ലേലം ഇല്ല. കാരണം അത് നമുക്ക് സംഭരിക്കാനും ലേലം ചെയ്യാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. അതും കൂടി ഉള്ളതായ സാമ്പത്തികം നിങ്ങൾ പള്ളിയിൽ ഏൽപ്പിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇത്രത്തോളം ഭംഗിയാക്കിയ എല്ലാ കാര്യത്തിലും അനുഗ്രഹം തന്ന യോഹന്നാം താണ മധ്യസ്ഥതയും നമ്മുടെ കർത്താവിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഇപ്പോഴെപ്പോഴും എന്നേക്കുണ്ടായിരിക്കുവാനാകട്ടെ. വാസം തിരിച്ച് പള്ളിയകത്ത് കയറിയിട്ടാണ് ആശീർവാദം നൽകിയ ശ്രീമാമുദ്ധിക്കുന്നത്. ഇപ്പോൾ ലൈനായിട്ട് 2 സൈഡായിട്ട് നിന്നു. കുട പിടിക്കാവുന്നവർ കുട പിടിച്ച് ലൈനിൽ നിന്നാൽ മതി. ഇപ്പോൾ നമ്മൾ ക്ലാസ് ഇറങ്ങുകയാണ്. എന്നാൽ സ്തുതിയുടെ അവനര
നല്ല ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ഹല്ലേലൂയ ദോഷികളെ വിധിച്ചിടും നിന്നാമത്തിൽ വൈരികളിൽ നിന്നും കാത്തങ്ങളെ നീ ഹല്ലേലൂയ ശത്രുക്കളെ ലജ്ജിപ്പിച്ചു വാർക്കുമോ ശുഭഹോലം ബറോവൽ റൂഹോ കാദിസോ മനോലം വാദാമുൽ മോലം ഉൽമിനമീൻ ശ്ലീബാവെന്നു വെല്ലുന്നു ശ്ലീബാവിദ്വേഷിയെന്നു ശ്ലീബായെ സാക്ഷിച്ചോർക്കായി ശ്ലീബായാകട്ടെ കോട്ട സൗമൻകാലസ്കുറിയനായി സോൻ നാഥൻ കോട്ടായുള്ളതിനാൽ ദുഷ്ടനെ നാം പേടിക്കില്ല തൻ ദിവ്യായുധധാരികളാം നമ്മൾക്കും നദിയുണ്ടാകും പറക്കുമോ ശ്ലീവായെ തോളിൽ താങ്ങി സിയോനിൽ നിന്നും പോയോ മൃതനസ്ഥികളിൽ മീതെ ചൊരിയട്ടെ കരുണാപാനിധി റിയോറാഹിബേലെന്നുവാദാറിൻ മറിയാമിൻ സ്മരണം വരദായകമായ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ടാം ദൈവപ്രസവേത്രേ കന്യക മറിയാമേ ഉയർന്നോയായി സുഖപരിമളധൂപം മുറിയോടായി വേണരുതേ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ കാവൽ പോ ആണികൾ മൂന്നേറ്റു പ്രാണൻ ഞങ്ങൾ കാണിക്കും ഭാരം ചെയ്തവാണി താതൻ തന്മനമാവനും നാഥ യേശു മഹേശ്വരൻ ഓർക്കണമേ ഞങ്ങളെ എന്നാളും.
ഞങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് അനുഗ്രഹപ്രദമായ പെരുന്നാളിൻ്റെ വാഴ്വ് സ്വീകരിക്കുവാൻ തക്കവണ്ണം എല്ലാവരും ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അല്പമാണ് മുമ്പോട്ട് കയറിക്കരുന്നേ എല്ലാവരും അകത്ത് കാരണം വാഴ്വിൻ്റെ ശുശ്രൂഷ നയവാൻമനോഹര തളർത്തിടുമേ ഹാലേലോയ്യ വളരും അവരഭാനോൻ കാലകൾ പോൻ വർദ്ധിക്കുന്നവർക്ക് ദുഷ്ടി പുഷ്ടികളും ശുഭഹോല പോലെ പറോവൽ റോഹോ കാദീശോ ഒരു പോലിംഗും മാറിയോഹന്നാൻ മേലും നിന്നോർമ്മ ഉദകണമേ ഓർമ്മേ ബഹുമാനി സ്തോമൻ കാലസ്കുറിയേലായി സോൾ ഭാഗ്യം നീമിയ സ്വർഗീയ മാലാഖമാരെ സ്തുതികളിലും ആരാധനകളിലും ഹല്ലേലൂയകളിലും അനുഗ്രഹിച്ചനായ കർത്താവ്, നിങ്ങളുടെ പ്രാർത്ഥനകളിലും കുർബാനകളിലും പ്രദക്ഷിണത്തിലും നേർച്ച കാഴ്ചകളിലും പ്രീതിപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 മേനിയായി പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഗോത്രപിതാക്കന്മാരായ അബ്രഹാമിനെയും ഇസാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ചനായ തിരുനമ്പുരാൻ നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ ശിശുക്കളെ വളർത്തിയെടുക്കുകയും വാർദ്ധക്യത്തിലിരിക്കുന്നവരെ താങ്ങിക്കൊള്ളുകയും കുടുംബസ്ഥരെ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായതെന്തോ അതെല്ലാം നൽകി നിങ്ങൾക്ക് അനുഗ്രഹസമ്പൂർണമായ ഒരു ജീവിതം നൽകുവാൻ ഇടയാകുമാറാകട്ടെ. ഇസ്രായേൽ ജനത്തെ ഫറവോന്റെ അടിമത്തിൽ നിന്ന് സംരക്ഷിച്ച് നയിച്ചു കൊണ്ടുവന്നതിനായ തിരുവനന്തപുരാൻ രാത്രി മേഘസ്തംഭത്തിലും പകൽ അഗ്നിത്തൂണുകളാലും പകൽ മേഘസ്തംഭത്താലും അനുഗ്രഹിച്ച് അവരെ വഴി നടത്തിയതുപോലെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും പഞ്ഞുകളിലും വേദനകളിലും ദുഃഖങ്ങളിലും നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലെല്ലാം നിങ്ങളോട് കൂടെ അനുഗ്രഹിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ തലമുറകൾക്ക് അനുഗ്രഹവും നിങ്ങളുടെ നിലനിൽപ്പിന് ശക്തിയും നൽകുവാനും ഇടയാകുമാറാകട്ടെ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന ലോകസ്ഥാപനങ്ങൾക്ക് മുമ്പായി നിങ്ങൾക്ക് അനുഗ്രഹപൂർണ്ണമായി കൽപ്പിച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന കർത്താവ് അരുളിച്ചതായ ഭാഗ്യകരമായ ശബ്ദം നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുവാനും ഇടയാകട്ടെ. ഇന്ന് ആരുടെ പെരുന്നാൾ നാം ആഘോഷിച്ചുവോ ആ പരിശുദ്ധനായ മോർ യോഹന്നാൻ മാംദാനയുടെ ഓർമ്മ നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഈ ദേശത്തിനും ഈ ദേശവാസികൾക്കും പ്രത്യേകിച്ച് വേദനകളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവർക്കും അനുഭവിക്കാൻ ഇടയാകുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പരിശുദ്ധമായ പ്രാർത്ഥനകൾ തിരുസന്നിധി അംഗീകരിക്കപ്പെട്ട കേൾക്കപ്പെട്ട ആദ്യമായ പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധമായ നാമത്തിൽ തന്നെ. രാജ്യം വരണമേ, നിന്റെ ദേശം വെറുതെ പോലെ ഭൂമിയിൽ വാഴണമേ. ആവശ്യമുള്ള പെരുന്നാളിൻ്റെ ശുശ്രൂഷകളിലൂടെ സമാപിച്ചിരിക്കുന്നു. അവിടെ ലേലത്തിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് ലേലം കഴിക്കണം. പിന്നീട് എല്ലാവർക്കും നാഴ്ചകാഴ്ച വർദ്ധിച്ച് കൊണ്ടുവന്നിരിക്കുന്ന സംഭാവനകളൊക്കെ നിശ്ചയിച്ച് സന്തോഷത്തോടെ നിങ്ങൾക്ക് പങ്കുചേരും പണിക്കണം. ഇപ്പോൾ ശ്രീകാന്തവൻ മുമ്പോട്ട് കടന്നത് മുന്തിരി തോപ്പിൽ പണിയായി കൂടെ പണിതോ കവനര കേട്ടി പരികർമ്മീശീടം അനനിരുത്തും മേശയ്ക്കായി
സുതൻ റുക്കുദിശാൽ പാറകലിത ഗുണയുന്നോരോ മുടി ഹല്ലേലൂയ ഓടും മകുടത്തിൽ കർത്താവിനുള്ളി ചെയ്തു ഞാൻ ജീവന്റെ അപ്പം ലോകത്തെ പോഷിപ്പിപ്പാൻ മേലിനും വന്നു താതനയച്ചു വചനമാം തന്നെ കർഷകനെ പോൽ ഗബ്രിയേൽ വിതച്ച നല്ല നിലം തുല്യം മറിയ കൈക്കൊള്ളാരോഗരെ ദുർസമ്മാനം ദ്രോണോസ് പട്ടകയിൽ ഹല്ലേലൂയ ഘോഷിച്ചിരുന്നു അവരുളി ചെയ്തു ഞാൻ ലോകത്തെ പോഷിപ്പിപ്പാൻ മേലിനും വന്നു താതനയച്ചു വചനമാം എന്നെ കർഷകനെ